വിഷു ആണ്. എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് ഇവിടെ വിഷു ആഘോഷിക്കാൻ ഒത്തുകൂടിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് 2 സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട്. ഇപ്രാവശ്യത്തെ UAE നിന്ന് നാട്ടിലേക്ക് വിഷു ആഘോഷത്തിനായി വന്ന. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷു ആഘോഷത്തിന്റെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗായ്സ്. ആർക്കും ഓർമ്മയില്ല, ഇവർ ഭയങ്കര അഭിനയമാണ്. ഇവിടുന്ന് ആരൊക്കെ കറക്റ്റ് തിന്നേണ്ട ടൈമിൽ നമ്മൾ വീഡിയോന്റെ കാര്യം ഓർമ്മിച്ച് അത് പ്രത്യേകം എടുത്തിട്ടുണ്ട്. പിന്നെ വിഷുവിലെ നമ്മുടെ മെയിൻ സാധനമായ പടക്കം അത് നമ്മൾ മറക്കില്ലല്ലോ ഗായ്സ്, അതും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും കാണൂ ഗായ്സ്. ഇന്ന് വിഷു ആണ്, നമ്മുടെ വിഷു സദ്യ എന്ന് കണ്ണൂർ ജില്ലയിലെ വിഷു സദ്യ എന്ന് ഇടാം. എല്ലാവരും നല്ല പോളിങ്ങിലാണ്. മൂന്നാമത്തെ ട്രിപ്പാണ് ഗൈസ്. ഇത് കഴിഞ്ഞ് നമ്മൾ അതിഗംഭീരമായ പടക്കം പൊട്ടിക്കലുണ്ട് ഇവിടെ. അതും നമുക്ക് വഴിയെ കാണാം. നമ്മൾ അതിഗംഭീരമായ പടക്കം പൊട്ടിക്കലാണ് ഇവിടെ കാണുന്നത്. കുരുവിയാണ് ഗൈസ് പൊട്ടിക്കുന്നത്. മോനെ ഒരു ബോംബ് പൊട്ടിക്കുന്ന എക്സ്പ്രഷൻ ഇട്ടാണ് കുരുവി പൊട്ടിക്കുന്നത്. ബോംബിലും നിസാരമായി പൊട്ടിക്കും. കാറ്റത്ത് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന ലാഘവത്തോടു കൂടി കുരുവി പൊട്ടിക്കുകയാണ്. കാറ്റല്ല, അതിന്റെ അമ്മായിപ്പം വന്നാലും പൊട്ടിക്കും എന്ന. കത്തിയിട്ടില്ല. മൂഞ്ചി ഗൈസ്, മൂഞ്ചി. പൊട്ടിയാലൊരു വീഡിയോ. പൊട്ടിയില്ല ഗൈസ്, കത്തിയില്ല. പുകയുന്നുണ്ട്. ഇപ്പം പൊട്ടും, ഇപ്പം പൊട്ടും, ഇപ്പം പൊട്ടും. അതും മൂഞ്ചി ഗൈസ്, ഫുള്ളോ മൂഞ്ചി. പൊട്ടുന്നില്ല. കിളിപാറി ചെവിന്ന് കിളിപാറി. എല്ലാരെയും കാന്താരിയുടെയും ഇത് പൊട്ടിക്കലിന് ശേഷം അടുത്തതായി നമ്മൾ 1000ന്റെ കോയ. ഇത് വെറും പ്രഹസനമാണ്. ഇവർ രണ്ടാളും ഇടുന്ന പണിയെടുക്കുമ്പോ ഇവൻ വെറും പ്രഹസനം. 1000ന്റെ കോയാന്ന് ഗൈസ് അടുത്തത്. കൊറേ പൈസ മുടക്കി പൈസക്കാര്. 1000ന്റെ കോയ പൊട്ടിക്കാൻ അടുത്ത സ്ഥലവുമായി അന്വേഷിക്കുകയാണ്. അവിടെ പറ്റില്ല പോലും. നിലത്ത് വെച്ചിട്ടാണ് ലാസ്റ്റ് ഗായ്സ് പൊട്ടിക്കുന്നത്. വെറുതെ നമ്മൾ കാട്ടിലും മൂട്ടിലും എല്ലാം പോയി തീ കൊടുക്കാൻ പോവുകയാണ്. വിട്ട കോയ അതിഗംഭീരമായ ബുദ്ധിയിലൂടെ യോജിപ്പിക്കുകയാണ് ഇവിടെ 2 ആൾക്കാർ. നമുക്ക് നോക്കാം ഫ്ലോപ്പ് ആകുവോ വിജയകരമാകുവോ എന്ന്. ഇവർ 2 പേരും വന്നിതാ. എല്ലാം പോയി ഗായ്സ്. ഇവർ അതിഗംഭീരമായി ബുദ്ധി നോക്കൂ ഗായ്സ്. എല്ലാം ഗായ്സ്. കൂട്ടിക്കെട്ടിയത് വിജയകരമായി പൂർത്തീകരിച്ചു. ഇവർക്ക് ബുദ്ധിയുണ്ട് ഗായ്സ്. 1000ന്റെ കോയക്ക് ശേഷം 2000ന്റെ കോയ. പൈസക്കാര്. അടുത്ത 2000ന്റെ കോയാണ് ഗായ്സ്.
ഒന്നും കൊടുത്തേക്കല്ല. നല്ല കാറ്റാണ് ഗൈസ്. ഉരുട്ടി ഉരുട്ടി വിട്ട ഉരുട്ടി വിടും. അയ്യേ 2000 കുറച്ചേ ഉള്ളൂ. ഇങ്ങോട്ട് വെച്ചാ അടുത്ത് നമുക്ക് 2000 പൊട്ടുന്ന കാണാം. എന്താണ് വ്യത്യാസം ഗൈസ്? അത് മൂഞ്ചി. ഇല്ല ഇല്ല മൂഞ്ചിട്ടില്ല. പുകയുന്നുണ്ട് പക്ഷെ കത്തുന്നില്ല. ശുഭം ഗായ്സ് കണ്ട പുക പാറുന്ന നിലം കരിഞ്ഞു പോയി ഗായ്സ്. എന്ത് നല്ല വൃത്തിയുള്ള നിലമായിരുന്നു, കരിഞ്ഞു. വിഷു അങ്ങനെ പൊട്ടാസോട് കൂടി അവസാനിച്ചിരിക്കുന്നു ഗായ്സ്. പൊട്ടാസിനെ പേടിച്ച് മൂലക്കിരിക്കുന്ന തൃഷ. അവസാനത്തെ നമ്മുടെ കാന്താരിയുടെ കലാശക്കൊട്ടാണ് ഇവിടെ കാണുന്നത്. ഛോട്ടാ ഭീമിൻ്റെ ചിത്രമുള്ള കാന്താരി അവസാനത്ത് ചൂണ്ടയിട്ടിട്ടാണ് എല്ലാം ഒരുമിച്ച് നമ്മൾ പൊട്ടിക്കുന്നതെന്ന് ഗൈസ്. എല്ലാത്തിൻ്റെയും സൂത്രധാരൻ ഇതാണ് ഗൈസ്. ദാ നമ്മൾ എല്ലാം ഇടുന്നതാണ് ഗൈസ്. അങ്ങനെ നമ്മളെ കലാശക്കൊട്ട് കഴിഞ്ഞിരിക്കുന്നു. നല്ല ഉഗ്രം വിഷു ആയിരുന്നില്ലേ? അപ്പു വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? വിഷു ബിരിയാണി എന്തെങ്കിലും പറയാനുണ്ടോ? ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി ഉണ്ടാക്കിയത് നമ്മുടെ സ്വന്തം രാജീവൻ കേക്കെയാണ് ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മൂത്ത ചേട്ടൻ. രാവിലെ മുതൽ നമ്മളുടെ വിഷു ആഘോഷത്തിലേനു. ഭാര്യയുടെ കൂടെ ഭാര്യ വീട്ടിലായിരുന്നു ഏട്ടൻ്റെ വിഷു ആഘോഷം. അപ്പോൾ വീഡിയോയിൽ വേണമെന്ന് പറഞ്ഞ് പ്രത്യേകം നമ്മളെ കൊണ്ട് എടുപ്പിച്ച വീഡിയോ ആണിത്. അപ്പോൾ ഏട്ടൻ ഇനി വീഡിയോയിൽ ഇല്ല എന്നുള്ള ഒരു വിഷമം വേണ്ട. അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വിഷു ആഘോഷം. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷു ആഘോഷം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗായ്സ്.